നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മുടെ ഗോൾഡ് പ്ലേറ്റ് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നാഗവടം, പിന്നെ പാലക്കയം ലക്ഷ്മി ഒരു മാലയാണ്. പിന്നെ അതുകൊണ്ട് ലക്ഷ്മി പിന്നെ നാഗവടത്തിൻ്റെ കൊണ്ടിട്ടുള്ളൊരു മാലയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ പതിവ് പറയുന്ന പോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക, പിന്നെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ എന്തായാലും നമുക്ക് നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഫോൺ കോൾ ചെയ്യുന്ന സമയം പറഞ്ഞാൽ കാലത്ത് 10 to വൈകുന്നേരം 5 മണിക്ക് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ പണി ചെയ്യുന്നത് കൂടുതലും രാത്രിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്, അതായത് പണി നടക്കില്ല. അപ്പോൾ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് പരിധികളില്ല, അതെപ്പോൾ ആണെങ്കിലും മെസ്സേജ് അയച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ അപ്പോൾ എനിക്ക് സമയം ഉണ്ടാകുമ്പോൾ ഞാൻ തിരിച്ച് റീപ്ലൈ അയക്കും. എന്തായാലും ഞാൻ റീപ്ലൈ അയക്കും. അപ്പോൾ കോൾ ടൈം എന്തായാലും കാലത്ത് 10 to വൈകുന്നേരം 5 മണി വരെ വിളിക്കാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ മെസ്സേജ് അയച്ചാലും മതി. രാത്രി മെസ്സേജ് അയച്ചാൽ ഇന്ന ഐറ്റംസ് പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഓരോ മാലയുടെ ഓരോ ഡിസൈൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ വില ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെ വിലകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അയച്ചു വിടുക. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുക്കുന്നത് നമ്പർ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്പർ എങ്ങനെ ഓർഡർ ചെയ്യുക. അതിന് അത്ര വലിയ വിഷമമൊന്നുമില്ല. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ചെയ്യുക. കോൾ ചെയ്യുകയാണെങ്കിൽ കാലത്ത് 10 to വൈകുന്നേരം 5 മണി വരെ. വാട്സപ്പിന് പരിധികളില്ല. അപ്പോൾ ഞാൻ സമയത്തിനനുസരിച്ച് ഞാൻ നോക്കി അതിന് റീപ്ലൈ തന്നെ. എല്ലാവരും വാട്സപ്പ് അയക്കേണ്ട, അതിനനുസരിച്ച് ആർക്കും ഞാൻ റീപ്ലൈ കൊടുക്കാതെ ഇരുന്നിട്ടില്ല. എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുക്കണൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ എന്തായാലും കാണാം. ഓക്കെ, ഇതാണെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ആദ്യത്തെ നെക്ലസ്. അത് 3 കട്ട പാലക്കയം, 3 കട്ട ലക്ഷ്മിയാണ്. ഇതൊരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർക്കും പലതരം ടേസ്റ്റുകളല്ലേ, പല ആൾക്കാരുടെ ഐഡിയയിൽ വന്നിരിക്കുന്നുണ്ട്. 3 കട്ട പച്ചക്കല്ല് വന്നിരിക്കുന്നുണ്ടോ. പിന്നെ സെൻറ്റർ വന്നിരിക്കുന്നത്, സെൻറ്ററിൽ പിങ്ക് കല്ലാണ് ചുറ്റും വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ വന്നിരിക്കുന്നത് പിങ്ക് കല്ല്. 2 ഫ്ലവറാണ് വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഞാൻ പണിയുന്നതൊക്കെ അങ്ങനെ 2 ഫ്ലവർ വെച്ചിട്ടാണ് പണിയുക. അതിൻ്റെ തൊട്ട് മുകളിൽ കണ്ടോ 3 ലക്ഷ്മി. 3 ലക്ഷ്മി. ഓക്കെ, അതാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഒരു ചെറിയൊരു മോഡൽ ഇങ്ങനെ ഇറക്കിയതാണത്. അപ്പോൾ ഇങ്ങനത്തൊന്ന് ഐഡിയ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം ചെയ്യുമോയെന്നൊരു മോഡൽ, അതായത് താഴത്ത് 3 കട്ട, മുകളിൽ ഇങ്ങനത്തെ ഒരു 3 ലക്ഷ്മി. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം ഒരു പുതിയൊരു ഐഡിയയിൽ ഇങ്ങനത്തെ ഇറക്കി നോക്കിയതാണത്. വേറെ മോഡലാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ താഴത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ലക്ഷ്മി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ്. പക്ഷേ ഇത് തൂങ്ങിയതല്ലത്. നമ്മൾ സാധാരണ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പാലയ്ക്ക് ഒരു ലക്ഷ്മി അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതെന്തായാലും ഇത്തിരി വ്യത്യസ്തമായിക്കോട്ടെ പറഞ്ഞിട്ട് മാഡം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ഇത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടമായി. അപ്പോൾ ഇതെന്തായാലും ഞാനപ്പോൾ ഇതൊരു പുതിയൊരു മോഡൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറക്കിയതാണ്. അപ്പോൾ താഴത്ത് 3 കട്ട പാലക്കയും, മുകളിൽ 3 കട്ട ലക്ഷ്മി. ലക്ഷ്മി കാണാനും നല്ല ഭംഗിയാണിത്. നമ്മുടെ പതിവ് പോലെ ഇതാ ബാക്ക് ചെയിൻ, പുറകുവശത്ത് ബാക്ക് ചെയിൻ, എന്താ ഉർവശി അങ്ങനെ ഉണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്യുക. നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക കേട്ടോ. ഇതൊരു മാഡത്തിന് ഓർഡറായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു മോഡലാണ് എൻ്റെ അടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു ഐഡിയ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇത് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായത്. അവർ വ്യത്യസ്തമായിട്ടുള്ള ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 650 രൂപയാണ് കേട്ടോ. 650 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിലധികം നമുക്ക് വർക്ക് വന്ന് കിടക്കുന്നുണ്ട്. എന്നാലും നമ്മൾ സമയത്തിനനുസരിച്ച് ചെയ്ത് 2 ആഴ്ചയാണ് ഓരോരുത്തർക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 650 രൂപയാണ്. താഴത്ത് 3 കട്ട പാലക്ക, മുകളിൽ 3 കട്ട ലക്ഷ്മിയാണ് വന്നിരിക്കുന്നത്. ലക്ഷ്മി ദേവി കണ്ടോ. ഓക്കെ, 650 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് വേറെ വരും, 50 രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ലക്ഷ്മി മാല പാലക്കയും കൂടിയാണ്. ഈ മോഡൽ നിങ്ങൾ പതിവ് കണ്ടതായിരിക്കും, പക്ഷെ ഇതൊരു ഓർഡറാണ് കേട്ടോ. ഇത് 10 പൊടിയാണ് ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത്. അതായത് 30 ഇഞ്ചാണിത്. 30 ഇഞ്ചാണിത്. ഒരു പാലക്ക, ഒരു ലക്ഷ്മി ദേവി, ഒരു പാലക്ക കട്ട, ഒരു ലക്ഷ്മി ദേവി അങ്ങനെയാണ് വന്നിട്ട്. ഇത്
7 എണ്ണമാണ് വന്നിരിക്കുന്നത്. അതായത് 7 പാലയ്ക്കൻ 7 ലക്ഷ്മി ദേവി, അതായത് ഒറ്റ സൈഡ് തന്നെ വന്നിരിക്കുന്നത് മൊത്തം 14 വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ 28 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പതിവ് പോലെ ഇതിലെന്തോ സെൻറ്റർ വെച്ചിട്ടുണ്ട്. ആ മേഡത്തിന് സെൻറ്റർ വേണമെന്ന് പറഞ്ഞിട്ട് സെൻറ്റർ വെച്ചിട്ടുണ്ട്. ഇത് പതിവ് പോലെ നമ്മുടെ പിങ്ക് സ്റ്റോണാണ് വന്നിരിക്കുന്നത്. പിന്നെ അതാ ജെല്ല് പോലെയൊക്കെ തിളങ്ങുന്നത് കണ്ടോ, സെൻറ്ററത്തെ കല്ല് കണ്ടോ, ജെല്ല് പോലെ തിളങ്ങണത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കും പ്രൈസ് പറയാതിരുന്നിട്ടില്ല. എല്ലാവർക്കും പബ്ലിഷായിട്ട് നമ്മൾ പ്രൈസ് പറയും. ഓക്കെ, നമുക്ക് എന്താ വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ്, അത് കാരണം കൊണ്ട് നമുക്ക് പ്രൈസ് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് 1250 രൂപ, ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ മാഡത്തിന് ഇങ്ങനത്തെ ഒരു മോഡൽ വേണമെന്ന് പറഞ്ഞാൽ എത്ര പിടി നീളം, അതായത് 10 പിടി വേണം, അതായത് 30 ഇഞ്ചാണ് അവർക്ക് ഇതിൻ്റെ ആവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പതിവ് പോലെ ചെയ്യുന്നത് ഈ ഇതിൻ്റെ അവസാനം അവിടുത്തെ നമ്മൾ ഉർവശിയാണ് വെക്കുന്നത്. പക്ഷേ ആ മാഡത്തിന് ഈ ഒരു ഉർവശി വേണ്ട, വേറൊരു ചെയിൻ വെച്ചാൽ മതി. അതായത് നമ്മൾ സാധാ അവിടെ മാങ്ങ മാലക്കില്ല, ഒറ്റ മാങ്ങയിൽ ഇടുന്ന ചെയിനിൽ ബോക്സ് റൗണ്ട് ചെയ്യുന്നില്ലേ, അതാണ് ഇട്ടിരിക്കുന്നത്. റൗണ്ട് ചെയിനില്ലേ, അതേപോലെയാണ് ഇട്ടിരിക്കുന്നത്. അത് മതി പറഞ്ഞപ്പോൾ ആ മാഡത്തിന് അത് മതി. പിന്നെ അതിൻ്റെ പതിവ് പോലെ നമ്മുടെ ബാക്കിയുള്ളതൊക്കെ പിന്നെ അതേപോലെ തന്നെ വട്ടക്കണിയൊക്കെ വന്നിരിക്കുന്നുണ്ട്. വട്ടക്കണിയും പിന്നെ കുളത്തും ഇതൊക്കെ വന്നിരിക്കുന്നുണ്ട്. അത് മാഡത്തിന് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അത് ഇങ്ങനത്തെ ഒരു മോഡൽ വേണം എന്ന് പറഞ്ഞിട്ട് മാഡം പറഞ്ഞ കാരണം കൊണ്ട് ഇങ്ങനത്തെ ആൾ ഇതേപോലത്തെ ഒരു മോഡലൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇത്ര ഇറക്കം വേണം, ഇറക്കം 10 പിടി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ 2 ആഴ്ച എല്ലാവർക്കും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പണിയുന്നതേ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന പോലെ ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാഞ്ഞ് പോവും. അപ്പോൾ അതും ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. 1 ഗ്രാം ഗോൾഡ് അല്ല, പ്രത്യേകം പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് എന്താ വെറുതെ തന്നെ പറയുന്നത്. കാരണം ചില ആൾക്കാർ ഓടിച്ചോടിച്ച് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോഴായിരിക്കും നിർത്തുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ ഗോൾഡ് പ്ലേറ്റ് ഉള്ളത് പറയുന്നത് ചിലപ്പോൾ അവർ കേട്ടിട്ടുണ്ടാവില്ല. അതായത് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ വയർപ്പിനനുസരിച്ച് ഉപ്പിൻ്റെ ആവശ്യം നട്ടുമ്പോൾ ഇത് തേഞ്ഞ് പോകും. അത് സ്വാഭാവികമാണത്. അത് അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ വർക്കുകളും സാധാ സ്വർണ്ണത്തിൽ വയ്ക്കുന്ന അതേ കല്ലിൽ തന്നെയൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ കളറിങ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി കളറിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1 ഗ്രാം ഗോൾഡ് അല്ല, പിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്നും കൂടി പറയുകയാണ് കേട്ടോ. ലൈക്ക് നമ്മുടെ കയ്യിൽ ഭയങ്കര കുറവാണ് കേട്ടോ. ലൈക്കൊക്കെ ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 1250 രൂപയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്യാം. അപ്പോൾ 4 ദർശനമൊക്കെ നടത്തുന്ന അമ്മമാർക്കൊക്കെ ഇത് നല്ലതാണത്. 10 പിടിയാണ്, 1250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. പച്ച കളറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോയിലൊക്കെ പ്രൈസ് പറയുന്നത് കൊണ്ട് നമുക്കൊരു മടിയുമില്ല, കാരണം ഞാൻ സ്വന്തമായി നിർമ്മിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മോഡലൊന്ന് കാണാം. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നാഗപടമാണ്. ഈ ഒരു നാഗപടം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, സ്വർണ്ണത്തിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു നാഗപടം. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത നാഗപടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ നാഗപടം സാധാരണ നമ്മൾ ഗോൾഡ് പ്ലേറ്റിൽ ചെയ്യുന്ന ഐറ്റംസാണ്. പക്ഷേ എനിക്കെന്തോ അത് പണിതപ്പോൾ എനിക്കൊരു വലിയൊരു തൃപ്തി തോന്നില്ല. അപ്പോൾ അത് കാരണം ഞാനത് മാറ്റി. ഞാനന്ന് പണിത് ഞാനത് തിരിച്ച് അത് ക്യാൻസലാക്കി, അതായത് അത് കൊടുക്കണില്ല എന്ന് വെച്ചു. കാരണം എനിക്കത് കാണുമ്പോൾ ഒരു തൃപ്തി തോന്നിയില്ല ആ ഒരു നാഗപടം. അപ്പം എന്തായാലും ആ നാഗപടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ നാഗപടം. അപ്പോൾ ഈ നാഗപടത്തിൻ്റെ ഞാൻ അന്നുണ്ടാക്കിയ നാഗപടത്തിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് പെട്ടെന്ന് നോക്കിയാൽ അങ്ങനെ അറിയില്ല. ഓക്കെ, അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, നമ്മുടെ വീഡിയോ വെറുതെ കണ്ടുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഒക്കെ മനസ്സിലാക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, എല്ലാതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നും കറക്റ്റ് ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ നാഗപടത്തിൻ്റെ ഇതുണ്ടോ, ഇവിടെ ഒരു മുത്തിരി കണ്ടോ, ഒരു മുത്തിരി കണ്ടോ, ഇവിടെ കണ്ടില്ല മുത്തിരി? ഈ ഒരു മുത്തിരി ഇതിന് മുമ്പ് വെച്ച നാഗപടത്തിൻ്റെ മുത്തിരി ഇങ്ങോട്ട് പാലക്കയിലുള്ള മാതിരി ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ അത് അങ്ങനെയല്ല, സ്വർണ്ണത്തിലൊക്കെ പണിയുമ്പോൾ ഈ മുത്തിരി ഇതിൻ്റെ മുകളിലാണ് ഇരിക്കുക. പിന്നെ ഈ കണ്ണികൾ കണ്ടോ, ഇതിൻ്റെ കണ്ണികൾ, ഈ ഫ്ലവറിൻ്റെ തൊട്ട്, അതായത് ഈ ഫ്ലവറിൻ്റെ ഈ കട്ടയും രണ്ടും കൂടി ജോയിൻറ്റ് വരില്ലേ, വിളക്ക് വരില്ലേ, ആ വിളക്കിൻ്റെ നടുവിലാണ് വരിക. ഞാൻ കാണിച്ചുതരാം, അതുകൊണ്ടോ ഇതിൻ്റെ നടുക്കിലാണ് വരിക. പക്ഷേ നമ്മൾ മറ്റുള്ളതിൽ ചെയ്തിരിക്കുന്ന ഈ ഫ്ലവർ ഉണ്ടോ, ഈ ഫ്ലവറിൻ്റെ ഇവിടെയാണ് കണ്ണി വെച്ചിരിക്കുന്നത്. ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലക്കയിലൊക്കെ കണ്ടോ, പാലക്കയിൽ വെച്ചിരിക്കുന്ന
പാലക്കയിൽ കണ്ണി വെച്ചിരിക്കുന്നുണ്ടോ? പാലക്കയുടെ ഈ ഫ്ലവർ ഉണ്ടല്ലോ, ഈ ഫ്ലവറിൻ്റെ അതിലൊക്കെ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലാണ് കണ്ണി വന്നിരിക്കുന്നത്. അതേപോലെയാണ് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായ നാഗപടത്തിലും ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു തൃപ്തി തോന്നിയില്ല. കാരണം കാണാൻ ഒരു ഭംഗിയില്ല. കാരണം നമ്മൾ സ്വർണ്ണത്തിൽ അങ്ങനെയല്ല പണിതിരിക്കുന്നത്. നമ്മുടെ ആശാനൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനെന്തായാലും അന്ന് പണിത് ഐറ്റംസ് അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം അത് കൊടുക്കണില്ല എന്ന് വെച്ചു. അതെന്തായാലും എനിക്കൊരു എയിമ് തോന്നിയില്ല. ഇതാണ് ശരിക്കും നമ്മൾ സ്വർണ്ണത്തിലൊക്കെ ഉപയോഗിക്കില്ല. സ്വർണ്ണത്തിൽ എങ്ങനെ പണിയുന്നത് നാഗപടം അതേപോലെ പണിതാണത്. ഇങ്ങനെയാണ് പണിയുക. ഇത് 10 കട്ടയാണ് വന്നിരിക്കുന്നത്. ഇത് പണി ഇത്തിരി കൂടുതലാണ്. എന്നാലും നമ്മൾ വിലയിലൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. പണി കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ഇതാകുമ്പോൾ കവുത്തി വെച്ചിട്ട് ഒട്ടി വരുമ്പോൾ ഈ സൈഡ് തുമ്പത്ത് മുത്തിരി വെച്ചിട്ട് വരാം. പക്ഷേ ഇതങ്ങനെ ചെയ്യാം. ഇത് ഫുൾ വളക്ക് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് ഇതിൻ്റെ മുകളിൽ ഈ മുത്തിരി വെച്ച് വളക്കാൻ പറ്റുള്ളൂ. ഇത് കവുത്തി വെച്ചിട്ടല്ലേ നമ്മൾ ഒട്ടി വളക്കണത്. അപ്പോൾ നമ്മുടെ പാലക്കയുടെ വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് അത്യാവശ്യം വ്യൂസൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനത് പണിയൊന്നും വീഡിയോസ് ഇട്ടുള്ളൂ. വെറുതെ സമയം നമ്മുടെ പോകുന്നില്ലാണ്ട് വേറൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ ആരും കാണണമെന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ സ്വർണ്ണത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് അതേപോലത്തെ പാലക്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പതിവ് നമ്മുടെ സെൻറ്റർ ഇതാണ്. പിങ്ക് കല്ല് ഇതാ വന്നിരിക്കുന്നത്. പിന്നെ ബോൾ തൂങ്ങി കിടക്കുന്നു കണ്ടോ. ഞാൻ പണിയുന്ന ഇതുണ്ട്. ഈ സെൻറ്റർ ഞാൻ പണിയുന്ന സെൻറ്ററുകളിൽ ഈ കല്ലുണ്ടല്ലോ, ഈ കല്ല് ഇങ്ങനെയാണ് വരുള്ളൂ. അതായത് ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്. ഈ ഫ്ലവർ ഉണ്ടോ, ഈ ഫ്ലവറും ഇവിടെ ഒരു ഫ്ലവർ, ഈ 2 ഫ്ലവറും ഇവിടെ വരും. ആദ്യം ഞാൻ വളക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൗണ്ട് ഉണ്ടല്ലോ, ഈ റൗണ്ട് ഈ കട്ട ആദ്യം വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും ഈ ഫ്ലവറും വെച്ചിട്ട് വളക്കുക. ഈ 2 വെച്ച് വളക്കി കഴിഞ്ഞ ശേഷമാണ് ഇത് വളക്കി ഇത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ രണ്ടാമതാണ് പിന്നെ ഈ മൊത്തത്തിൽ ഒട്ടിയിട്ട് ഇതിൻ്റെ ചുറ്റും ഈ കൽക്കവണ വെച്ചിട്ട് വരിക ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു ഭംഗി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു തലയെടുപ്പോടുകൂടി കണ്ടോ, ഈ ഫ്ലവർ തലയെടുപ്പോടുകൂടി നിൽക്കുന്നുണ്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് എൻ്റെ ആശാൻ എനിക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതേപോലെയാണ് നമ്മളും പണിയുന്നത്. അപ്പോൾ ഇത് പണിതപ്പോൾ നല്ല ഭംഗിയുള്ള പോലെ തോന്നിക്കണ്ട. 2 ഫ്ലവർ ഉണ്ടോ വന്നിരിക്കുന്നുണ്ടോ, 2 ഫ്ലവർ വന്നിരിക്കുന്നുണ്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ പച്ചക്കല്ല് കണ്ടോ തിളങ്ങുന്നുണ്ടോ ലൈറ്റ് അടിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നമ്മുടെ 1000 രൂപയാണ്. ഇത് 10 കട്ടയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ 10 കട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൺ സൈഡ് മാത്രമേ കൂട്ടുള്ളൂ. 10 ജോഡിയെന്നൊന്നും പറയില്ല. 10 കട്ട മൊത്തം 20 എണ്ണം ഉണ്ട് കേട്ടോ. 10 ജോഡിയെന്നൊന്നും പറയില്ല. ഓക്കെ. പിന്നെ നമ്മുടെ അതിൻ്റെ പുറകുവശത്തേക്ക് ഇത് നമ്മുടെ ഉർവശി വന്നിട്ട് നേരെ വന്നിരിക്കുന്നു. നമ്മുടെ ബാക്ക് ചെയ്യാൻ ബോംബെ കുളത്തൊക്കെ വരുന്നു. അപ്പോൾ നമ്മുടെ ഇത് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണം എന്നുള്ള, അതായത് നാഗപടത്തിനോട് മാത്രം താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചോദിക്കട്ടെ. ഇതിപ്പോൾ നമ്മുടെ പച്ചയാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചുവപ്പ് കല്ലോ നീലക്കല്ല് ഞാൻ പറഞ്ഞില്ല, കരിനീലാണ്. വേറെ ആകാശ നീലക്കല്ല് ഇല്ല അവിടെ. അത് കാരണം ഞാൻ പരമാവധി നീല ഒഴിവാക്കുക ചെയ്യുന്നത്. നമ്മുടെ ക്യാമറയ്ക്ക് എന്തൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. ഇതുണ്ടോ ഒരു ചാഞ്ചാട്ടം വരുന്നുണ്ടോ. ക്യാമറ പറഞ്ഞ ഫോണാണ് കേട്ടോ. അത് ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഒരു ചാഞ്ചാട്ടം അങ്ങനെ വരാനാണ് ഒരു ബുദ്ധിമുട്ട് കാണിക്കേണ്ടത്. ഒരു പുതിയൊരു തട്ടിക്കൂട്ട് ഫോണൊക്കെ എടുത്തതാണ്. അത് പോട്ടെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 1000 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചുവപ്പ് വരികയാണെങ്കിലും ചുവപ്പ് വരികയാണെങ്കിലും ഒക്കെ ഒരേ പ്രൈസ് തന്നെ വരണം. ഇപ്പോൾ വിലയിലൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ ഇതിൽ പണി കൂടുതൽ എന്നാലും കുഴപ്പമില്ല. നമ്മുടെ പ്രൈസിൽ ഒരു മാറ്റമൊന്നും വലിയ 1000 രൂപയാണ് ഉണ്ടോ. 1000 രൂപയാണ് നമ്മുടെ പ്രൈസ് വരുന്നത്. ഇനി സൂം ചെയ്യാതെ തോന്നുന്നു നല്ലത്. അടുത്തേക്ക് ക്യാമറ കൊണ്ടുപോകുമ്പോൾ ഒരു ചാഞ്ചാട്ടം വരുന്നുണ്ട് ഫോണിൽ. പുതിയ ഫോണാണ്. ഓക്കെ. അതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 1000 രൂപയാണ് കേട്ടോ. ഓക്കെ. ആർക്കെങ്കിലും ആവശ്യം നാഗപടത്തിനോട് താല്പര്യമുണ്ട് ആൾക്കാർക്ക് ഓർഡർ ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു 2 ആഴ്ചത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഒരുപാട് ഓർഡർ വന്ന് കിടക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറയുന്നില്ല. വീഡിയോ കാണുന്ന ഇടയിൽ ജസ്റ്റ് ഒന്ന് ആദ്യമായിട്ടുള്ള കൂട്ടുകാരാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ നോട്ടിഫിക്കേഷനായിട്ട് എന്നാലും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരില്ല. അല്ലെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസ് ഇട്ടോ പറഞ്ഞ് സെർച്ച് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു വീഡിയോസ് ഇടാൻ പറ്റുന്നുള്ളൂ. കാരണം അത്രയും തിരക്കുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ കാലത്ത് 10 മണിക്ക് മുതൽ വൈകുന്നേരം 5 മണിക്ക് വിളിച്ചാൽ മതി കേട്ടോ. രാത്രി 7 മണിക്ക് 8 മണിക്കൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണി നടയിൽ ഇത് എടുക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം പണി നടക്കണില്ലെങ്കിൽ സംസാരിക്കണം. മെസ്സേജ് ആകുമ്പോൾ നമുക്ക് അടുപ്പിച്ച് അങ്ങോട്ട് മാറി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ടാണ് കോൾ ടൈം 10 to വൈകുന്നേരം 5 മണി വരെയാണ് കേട്ടോ. കാലത്ത് 10 മുതൽ വൈകുന്നേരം 5 മണി വരെ. ഓക്കെ. മെസ്സേജ് പരിധികളില്ല. എപ്പോൾ വേണമെങ്കിലും അയച്ചോളൂ കേട്ടോ. ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത് ഒരു നെക്ലസും കൂടി കാണാം. അതോടുകൂടി അവസാനിപ്പിക്കാം.
ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മുടെ പഴയ ഫോണിൽ നിന്നാണ് എടുക്കുന്നത്. പഴയ ഫോണിൽ നിന്ന് എടുക്കുമ്പോൾ ആ ഒരു ക്ലിയർ കണ്ടോ, അതേ ബ്രൈറ്റ്നസ് ഒക്കെ നന്നായി കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇതിൽ നോക്കിയൊക്കെ എന്തൊരു ഭംഗിയാണിത്. ഓരോ കല്ലിൻ്റെ ആ തിളക്കം കണ്ടോ, ആ പച്ചക്കല്ലൊക്കെ നല്ല ജെല്ല് പോലെ കാണിക്കുന്നുണ്ട് കണ്ടോ, ആ തിളക്കം നോക്കിയത്. പക്ഷേ എൻ്റെ ഇപ്പോൾ പുതിയ ഒരു ഫോൺ വാങ്ങിയത് ഒരു ഗുണമില്ല. വിവോ തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്, റേറ്റും കൂടുതൽ. ഒരു എനിക്കെന്തോ തൃപ്തിയായില്ല. ഞാൻ എൻ്റെ വീഡിയോസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇതിന് തൊട്ട് മുമ്പുള്ളത്. ഇതിപ്പോൾ എടുക്കുന്നത് ഞാൻ എൻ്റെ പഴയ ഫോണിൽ നിന്നാണ് എടുക്കുന്നത്. നമുക്ക് എന്ത് ക്ലിയറാണത് നമ്മുടെ ഈ ഇതൊക്കെ വയ്ക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ഇതിൽ നിന്ന് എടുക്കാമെന്നുള്ള ഒരു ഐഡിയയിലാണ്. പുതിയ ഫോൺ വെറുതെ വാങ്ങി ഒരു ഉപകാരമില്ലാത്ത പോലത്തെ ഒരു വീഡിയോ ഫോൺ പോലെ ഉണ്ട്. ഇതിലാകുമ്പോൾ ഒരു പ്രശ്നവും കാണിക്കണില്ല. ഒരു ഇളക്കവും കളറ് ഒരു വൈബ്രേറ്റോ എന്താ പറയുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക, പിന്നെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അതിനെക്കാളും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.